ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെ ഫ്ലവേഴ്സാണ്. കുറച്ച് പുതിയ ചെടികൾ വാങ്ങിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പൂക്കൾ മാത്രമല്ല, അലങ്കാര ചെടികളുണ്ട്. എനിക്ക് പൂക്കളെക്കാളും എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് അട്രാക്ഷൻ തോന്നാറുള്ളത് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ചെടികളാണ്. ഓർണമെൻ്റൽ മീൻസ് അലങ്കാര ചെടികളാണ്. അപ്പോൾ ഇത് അകത്തൊക്കെ വെക്കാം, പുറത്തും ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നൊക്കെ തോന്നും കണ്ടാൽ, പക്ഷേ ഒറിജിനലാണ്. ഇങ്ങനത്തെ വേറെ വേറെ ചെടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമാണ്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്കും ചിലപ്പം ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ ചെടികളൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് എടുത്തതാണ്, ഓണത്തിനൊക്കെ മുമ്പ് എടുത്തതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാനത്. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ. ഇത് വേറൊരു ടൈപ്പ് പൂക്കളുണ്ട്, നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. സ്പ്രിങ് ആയിട്ടില്ല, ഇവിടെ സ്റ്റിൽ വിൻ്ററാണ്. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ആയി, ഞാനിത് എടുക്കുന്ന സമയത്ത് സ്പ്രിങ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ നിറച്ചും ഈച്ചകളുണ്ട്, ബീസ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു ദിവസം ഞാൻ ഓണത്തിൻ്റെ പൂ കളക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് കിട്ടിയായിരുന്നു. നല്ലവണ്ണം കടച്ചിലൊക്കെ വന്നു, കൈ ഇച്ചിരി ചുമന്ന് വീർത്തു. അലർജി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു സിസ്റ്റർ, പക്ഷേ അലർജിയൊന്നും ഇല്ലായിരുന്നു. അലർജി ഉണ്ടായിരുന്നെങ്കിൽ പണിയായിരുന്നേന്. നിറയെ എല്ലാ പൂക്കളിലും വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ കാണുന്ന ചെടികളുടെ പൂക്കളിലൊക്കെ നിറച്ച് പീസാണ്. എന്തൊക്കെയാണ് വിശേഷം? കുറേ നാളായില്ലേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചുണ്ടോ. എന്ത് ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണ കൊങ്ങിണിപ്പൂക്കളാണ്. കൊങ്ങിണിപ്പൂക്കൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മളെന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ, ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. അപ്പോൾ പല കളറിലും വെറൈറ്റിയിലുള്ള പൂക്കൾ. ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാലെന്താ. കണ്ടോ, ഇത് പിന്നെ അറിയാമല്ലോ, റോസ്. അപ്പോൾ പ്രകൃതി അങ്ങനെ വശ്യ മനോഹരിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും ഹാപ്പിയാണോ? ഒരു മഞ്ഞ പൂവ് ഉണ്ടായിരിക്കുന്ന മരം കണ്ടോ? ഇതാണെങ്കിലുണ്ടല്ലോ നല്ല മണമൊക്കെ വരുന്നു കേട്ടോ, നല്ല മണമുണ്ട്. കാണിച്ചാൽ ഇലഞ്ഞിപ്പൂവിൻ്റെ ഒക്കെ ഒരു മണമാണ് വരുന്നത്. ഉണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് രസം കാണാൻ. ഉണ്ടോ, ഒരു വലിയ മരമാണ്. വലിയ മരം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെടിയല്ല എന്ന് പറയാൻ, അത്യാവശ്യം വലുപ്പമുള്ളൊരു മരമാണ്. അതിൽ നിറച്ചിങ്ങനെ ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൂക്കളായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ കളറൊക്കെ മാറി ഉണങ്ങി തുടങ്ങി. നമ്മുടെ വാഴയുടെ ടൈപ്പിലുള്ള ചെടിയാണ്. വാഴയല്ല. ഇപ്പോൾ ഓണം സീസണൊക്കെ ആയില്ലേ, കുറച്ചൊക്കെ ഞാനിതൊക്കെ പറിച്ച് പൂക്കളൊക്കെ ഇടാറുണ്ട്. ഇങ്ങനത്തെ ഇലയൊക്കെ പണ്ട് നമ്മൾ സ്കൂളിലെ കോമ്പറ്റീഷൻ ഉണ്ടായി, ഇതുപോലത്തെ കായൊക്കെ പറിച്ച് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കും. എനിക്കതിന് വഴക്കൊക്കെ കേൾക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോയിസണസ് ആണോ എന്നൊന്നും അറിയില്ല. പല ചെടികളൊക്കെ അപ്പം ഓണത്തിൻ്റെ സീസണായി തുടങ്ങിയാൽ ഞാൻ ഇതിൻ്റെ എല്ലൊക്കെ പറിച്ച് പൂക്കളിടും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇലയൊക്കെ പറിച്ചുകൊണ്ട് ഈ കാറ്റാടി മരത്തിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് പൂക്കളിടാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ ഞാൻ ഭംഗിയുള്ള ഇലകളൊക്കെ കാണുമ്പം അത് പറിച്ചുകൊണ്ടാക്കി അതൊക്കെ ഡിസൈനാക്കി ഇടുക. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും കേട്ടോ. പൂക്കൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്.
സൈഡിൽ ഇതൊക്കെ നിൽക്കുന്ന കണ്ടാൽ തോന്നും നമുക്ക് പൂക്കൾ നിൽക്കുന്ന ഞാൻ ദൂരെ നിന്ന് നോക്കും തോന്നും. പക്ഷെ അതൊക്കെ ചെടികളാണ്, ഇലച്ചെടികൾ. അപ്പം ഞാനിങ്ങനെയാണ് ഓണത്തിൻ്റെ ആ ഒരു അത്തം സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ, അത്തമൊക്കെ കഴിഞ്ഞാൽ രാവിലെ ഒരു സഞ്ചിയായിട്ട് ഇറങ്ങും. എന്നിട്ട് കാണുന്ന ഇലകളും പൂക്കളൊക്കെ പറിച്ചുകൊണ്ടെന്ന് നിറച്ചും പൂവ് അങ്ങോട്ട് ഇട്ടു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഓണത്തിന് ചെയ്തില്ല. ലാസ്റ്റ് ഓണത്തിന് കുറച്ചൊരു സിക്കായിരുന്നു, സമയത്തൊന്നും ചെയ്തില്ല. അതിന് മുമ്പത്തെ ഓണത്തിനായിരുന്നു തകർത്തത്. ലാസ്റ്റ് ഓണം കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ പോയ ഓണമായിരുന്നു. നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഓണമായിരുന്നു. മരം നോക്ക്, എന്ത് ഭംഗിയാണ്. ഞാനിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം, വണ്ടി പടന്നു പോകുന്നത്. പൂവാന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അത് പൂവല്ല, അത് മരത്തിൻ്റെ ഇലയാണ്. എന്ത് രസമായിട്ട് ഇത് കണ്ട. ചില ഫ്രൂട്ടൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. അത് ലോക്കറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഒരു സാധനമാണ്. ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ലാസ്റ്റ് ന്യൂസുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നത്, വായിച്ചത്? ലാസ്റ്റ് അപ്ഡേറ്റ് ഒരു ക്രിമിനൽ ജയിലിൽ ചാടിയ ന്യൂസായിരുന്നു ലാസ്റ്റ് ഞാൻ വായിച്ചിട്ടുള്ള ന്യൂസ്. അറിയാലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ ഒരു ലാസ്റ്റ് വീക്കിൽ ജയിലിൽ ചാടി കിണറ്റിൽ നിന്ന് പിടിച്ച ആളാരാന്നൊക്കെ. അപ്പോൾ ആ ന്യൂസ് കണ്ട് ഷോക്കൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഷോക്കൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ ഇന്നും ഈ മർഡർ, ഷാർജ എന്നുള്ള സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലുള്ള സൂയിസൈഡുകളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ റിപ്പീറ്റായിട്ട് കേട്ട് നമ്മൾ വിചാരിക്കുക, പെൺകുട്ടികളുടെ ലൈഫ് ഇങ്ങനെ പോകുന്നല്ലോ അല്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ ഈ മാട്രിമോണിയൽ പോയി നോക്കണം. മാട്രിമോണിയൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പെൺകുട്ടികളെ കിട്ടാനില്ലാത്തൊരവസ്ഥ. മാട്രിമോണിയൽ സൈറ്റുകളിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ ഇതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കുക. കല്യാണം ഗവൺമെൻറ് ജോബാണെങ്കിൽ പെട്ടെന്ന് നടക്കും. സ്വഭാവം പോലും നോക്കില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഗവൺമെൻറ് ജോബാണെങ്കിൽ മാത്രം മതി, പെട്ടെന്ന് കല്യാണം നടക്കും. അതല്ലാത്ത സാധാരണ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു ആൺകുട്ടിക്ക് എവിടെ നിന്നെങ്കിലും പെണ്ണ് കിട്ടുന്നുണ്ടോ ഒന്നും നോക്കുക കിട്ടുന്നില്ല. കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതെ എല്ലാവരും ഏജ് ആവണം. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഇല്ല. പിന്നെ അവരൊക്കെ 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല അവർക്ക്. നടക്കാതെ അങ്ങനെ പോവുള്ളൂ. പിന്നെ ഒരു 40 വയസ്സാകുമ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾ പുനർവിവാഹം അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആണുങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നല്ല സുന്ദരികളും സ്വഭാവത്തിലൊന്നും ഒരു കുറ്റവും പറയാനില്ലാത്ത പോലെയുള്ള അത്രയും നല്ല, ആർക്കും ഒരു മോശം അഭിപ്രായം പറയാനോ, ഈ മരിച്ചുപോയ പെൺകുട്ടികളെ പറ്റിയിട്ടാണെങ്കിലും ഒരു ബന്ധുക്കളോ അയൽക്കാരോ ഒന്നും ഒരു മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ഈവൻ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പോലും ഒരു കുറ്റം പറയാനില്ലാത്ത പെൺകുട്ടികളാണ് മരിച്ചു പോകുന്നത്. ആരുടെയും പേരൊന്നും ഞാൻ എടുത്തു പറയണില്ല, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് മറ്റൊരാളുടെ മാറ്റേഴ്സ് നമ്മളിതിൽ കൂടെ പബ്ലിഷ് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാണല്ലോ. ഷാർജയിൽ ഇപ്പോൾ അടുത്തടുത്ത് 2 പെൺകുട്ടികളാണല്ലോ തൂങ്ങി മരിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ നല്ല പെൺകുട്ടികൾ, നല്ല സ്വഭാവവും, അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. സ്വഭാവം അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. നല്ല സ്വഭാവവും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷനും
ജോലി ചെയ്യാനുള്ള കഴിവും നല്ലോണം ഹാർഡ് വർക്കിങ്ങും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ജീവിതമാണ് നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത്. എന്നിട്ട് ആരുടെ ജീവിതവും കൂടെ നശിച്ചുകൂടെ? അവർ പോയപ്പോൾ അവരുടെ ലൈഫ് മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടത്. അപ്പം അവരുടെയൊക്കെ പ്രതികളായിട്ടുള്ള ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെട്ട അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ലൈഫും അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ ലൈഫും പോയില്ലേ? സമൂഹത്തിൽ അവർ വെറുക്കപ്പെട്ടവരായി. ജോലി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരവസ്ഥയിലാണ്. പെൺകുട്ടികളെ കിട്ടാനില്ല, കല്യാണം കഴിക്കാൻ. ഇപ്പോൾ എല്ലാവരും അന്യ സംസ്ഥാനത്തിൽ വരെ പെണ്ണ് പോയി നോക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത്. വേസ്റ്റ് ഇങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. വണ്ടി വരും, റോഡ് സൈഡിൽ വെച്ചേക്കുന്ന വേസ്റ്റ് നോക്കും, അതിൻ്റെ യന്ത്രക്കൈ വെച്ചിട്ട് വേസ്റ്റ് എടുക്കും, തട്ടിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ പെണ്ണ് നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ, 30 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചും ഉപദ്രവിച്ചും ഒക്കെ രണ്ടുപേരുടെയും ജീവിതം നശിക്കുകയാണ്. ഭാര്യയുടേത്, പെൺകുട്ടിയുടേത്, ആൺകുട്ടിയുടെയും ജീവിതം നശിക്കുകയാണല്ലോ. ഒരു കേസിലൊക്കെ കഴിഞ്ഞില്ലേ നടക്കുന്നത്. ഒരു കിട്ടിയത് നമ്മുടെ കയ്യിലുള്ളതിനൊന്നിനും ഒരിക്കലും ഒരു വില ഉണ്ടാവില്ലല്ലോ, അല്ലേ? നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സാധനത്തിന് വില ഉണ്ടാവില്ല. നമുക്കൊരു കല്യാണം നടക്കാതെ ആകുമ്പോഴാണ്, നമ്മളിങ്ങനെ അന്വേഷിച്ചൊക്കെ നടക്കുമ്പോഴാണ് അങ്ങനെ എത്രമാത്രം കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മീനിങ് ഫുള്ളാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുവരയ്ക്കും ഒക്കെ ഒരു കളിതമാശയാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ അവർക്ക് എന്നും പറയാനും എന്തും ചെയ്യാനൊക്കെ ഫ്രീഡമുള്ള ആൾക്കാരാണ്. കൂടെയുള്ള പെൺകുട്ടികളെ, പ്രത്യേകിച്ചും അന്യനാട്ടിലാവുമ്പോൾ, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടാവുമല്ലോ കേൾക്കാൻ, നമുക്ക് ബന്ധുക്കളോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ. ഇത് വേറൊരു നാട്ടിൽ പോയിട്ട് ഭർത്താവിനെ മാത്രം ആശ്രയിച്ചൊക്കെ ജീവിക്കുമ്പോൾ, നമ്മുടെ ഫാമിലി മാത്രം ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സഹിച്ചു പോവാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ന്യൂസിൽ കാണുന്നതെന്ന് പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇവിടുത്തെ കോഴ്സും ഒക്കെ കഴിയുവാണ്. ഞാനിവിടെ നിന്ന് നാട്ടിലേക്ക് സെറ്റിൽ ആവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പുതിയ ലൈഫിലൊക്കെ വരുമ്പോൾ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും പുതിയ അച്ചീവ്മെൻറ്റ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. കാരണം ഒരു 40 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് നമ്മുടെ ലൈഫൊക്കെ സെറ്റിലായി. പിന്നെ എന്നാലും ഇനിയിപ്പോൾ 40 ഇയേഴ്സ് കഴിഞ്ഞു എന്നിട്ട് നിരാശരൊന്നും ആവേണ്ട കാര്യമില്ല. ചില ആൾക്കാർക്ക് നേരത്തെ എല്ലാം അച്ചീവ് ആവാൻ പറ്റും, ചില ആൾക്കാർ കുറച്ച് ലേറ്റ് ആവും. ഇനി ലേറ്റ് ആയാലും ഇനി എന്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരാശരായിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളുടെ സമയം എപ്പോഴാണ് തെളിഞ്ഞു വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എത്ര ഫോട്ടോ എടുത്താലും ഒരു സമയം എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എത്ര ഫോട്ടോ എടുത്താലും
എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെയാണല്ലോ. അപ്പം അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള അച്ചീവ്മെൻറ്റ്സൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാനുള്ള അച്ചീവ്മെൻറ്റ്സൊക്കെ അതത് സമയങ്ങൾ വന്നോളും. ഞാനും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ്. ഐ ആം വെരി ലേറ്റ് ടു ഗെറ്റ് സെറ്റിൽഡ് ബട്ട് സ്റ്റിൽ ട്രൈങ്. ഇത്തിരി പോലും പ്രതീക്ഷ കൈവിടാതെയുള്ള പരിശ്രമമാണ് മുന്നോട്ട് നമ്മളെയൊക്കെ നയിക്കുന്നത്. അപ്പം എൻ്റെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിർത്തുവാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ എന്നാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അന്ന് ഒരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.